ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ന്യൂ മോംസിന് വേണ്ടിയുള്ളൊരു വീഡിയോ ആണ്. കുഞ്ഞായിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ എന്തൊക്കെ എടുക്കണമെന്ന് ഭയങ്കര കൺഫ്യൂഷനായിരിക്കും. അപ്പോൾ മസ്റ്റായിട്ട് വേണ്ട ഒരു സാധനമാണ് ഈ ഡയപ്പർ ഷീറ്റ്. നമുക്ക് എവിടെ വേണമെങ്കിലും കുഞ്ഞിന് സേഫായിട്ട് ഡയപ്പർ ചേഞ്ച് ചെയ്യാൻ പറ്റും. ലീക്കായാലും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഈ ഷീറ്റിൻ്റെ ഒരു സൈഡ് റബ്ബറും മറ്റേ സൈഡ് സോഫ്റ്റ് മെറ്റീരിയലാണ്. കുഞ്ഞിനെ കിടത്തുമ്പോൾ കുഞ്ഞും നല്ല കംഫർട്ടബിളായിട്ട് കിടക്കും. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. കുഞ്ഞിൻ്റെ ഗ്യാസ് കളയുമ്പോൾ നമ്മൾ ഈ ടവൽ ഇതുപോലെ ഇട്ടിട്ട് കളയുകയാണെങ്കിൽ കുഞ്ഞ് കക്കിയാൽ നമ്മുടെ മേത്താകുന്ന ഒരു പ്രശ്നം ഒഴിവാക്കാൻ പറ്റും. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഫീഡിങ് റൂം ഇല്ലാത്ത സ്ഥലങ്ങൾ, റെസ്റ്റോറൻറ്റോ പാർക്കോ അങ്ങനെയുള്ള സ്ഥലത്ത് നമുക്ക് നല്ല കംഫർട്ടബിളായിട്ട് ഫീഡ് ചെയ്യാൻ പറ്റും. ഫീഡിങ് ഷോൾ ഉണ്ടെങ്കിൽ നമ്മുടെ തല കയറുന്ന ഇച്ചിരി കൂടി സ്പേസ് ഇട്ടിട്ട് കുഞ്ഞിൻ്റെ മുഖം കാണുന്ന രീതിയിൽ ഉള്ളൊരു സ്പേസ് ഇട്ടിട്ടുള്ളൊരു നമുക്കതിന് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയത് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്ത ഒരു ഷോളാണ്. പിന്നെ കുഞ്ഞിന് റാപ്പ് ചെയ്തെടുക്കാൻ പറ്റിയൊരു ട്രൗവൽ എടുക്കുക. പിന്നെ ഞാൻ ഒരു മൂന്നോ നാലോ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി എടുക്കുക. പിന്നെ പാമ്പേഴ്സ് എടുക്കുക. പിന്നെ കുട്ടി ടവൽസ്, മുഖത്ത് നിന്നെങ്ങാനും കക്കലെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തൂത്ത് കളയാൻ പറ്റുന്ന കുഞ്ഞു ടവൽസ്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഡയപ്പർ റാഷസ് ക്രീമാണ്. നല്ല ക്രീമാണ്. ഞാൻ ഹിമാലയയുടെ യൂസ് ചെയ്ത് എനിക്ക് അത്ര കുഞ്ഞിൻ്റെ റാഷസ് മാറിയില്ല. പിന്നെ ഇത് ബേബി ഹഗ്ഗിൻ്റെ വൈപ്സ്. പിന്നെ കുഞ്ഞെങ്ങാനും മൂക്കിലെങ്ങാനും എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് സക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഡയപ്പർ ചേഞ്ച് ചെയ്ത് ഇടാൻ പറ്റിയൊരു കുഞ്ഞ് കവറ്. പിന്നെ ഒരു വാട്ടർ ബോട്ടിൽ മസ്റ്റായിട്ടുള്ള വേണ്ട സാധനമാണ്. ഡയപ്പർ ബാഗ് വാങ്ങിക്കുമ്പോൾ അധികം കട്ടിയില്ലാത്ത ക്വാളിറ്റി ഉള്ളൊരു ബാഗ് വാങ്ങിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഇപ്പം ഞാനത് നല്ലോണം യൂസ് ചെയ്തൊരു ബാഗാണ്. മീഷോന്ന് പർച്ചേസ് ചെയ്തതാണ്. ഞാനിതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നല്ല സ്പേസ് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ 3 കുഞ്ഞ് പൗച്ചസ്, ബാക്കിലൊരു കള്ളിയുണ്ട്, അതിൻ്റെ അകത്തും കുഞ്ഞ് പൗച്ചസ് വരുന്നുണ്ട്. ഞാനിത് 6 മന്തിന് ബിലോ ഉള്ള കുട്ടികളുടെ ബാക്ക് പാക്കിംഗ് ആണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെ സൈഡിൽ 2 കള്ളി, കുപ്പി വയ്ക്കാൻ വേണ്ടി പറ്റിയ കള്ളികൾ. അപ്പോൾ നമുക്കിത് പാക്ക് ചെയ്യണമെന്ന് കാണിച്ചു തരാം. റാഷസ് ക്രീംസും വൈപ്സൊക്കെ ഞാൻ ബാക്കിലെ കള്ളിയിലാണ് വെക്കുന്നത്. കുഞ്ഞു ടവൽ സക്ക് ചെയ്തെടുക്കുന്ന ഈ സാധനം എല്ലാം ഇതിൻ്റെ ബാക്കിലാണ് വെക്കുന്നത്. നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും, മിസ്സാവില്ല. നല്ല സ്പേസ് ഉണ്ട്. ഇത് ഇത്രയും വെച്ചിട്ടും നല്ല സ്പേസ് ഉണ്ട്. ഫ്രണ്ടിലെ കള്ളിയിൽ ഞാൻ വെക്കുന്നത് കുഞ്ഞിൻ്റെ ഡ്രസ്സ് ആദ്യം വയ്ക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കേണ്ട ആവശ്യം വരും. ഞാനൊരു 3-5 മണിക്കൂർ കഴിയുമ്പോഴാണ് കുഞ്ഞിൻ്റെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുള്ളൂ ട്രാവൽ ചെയ്യുന്ന സാഹചര്യത്തിൽ. പിന്നെ ഡയപ്പർ ഞാൻ സെപ്പറേറ്റ് പൗച്ചിൽ വയ്ക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റണം. പ്രത്യേകിച്ച് നമ്മൾ ഫീഡിങ് റൂമിൽ ഒറ്റയ്ക്കായിരിക്കും. അപ്പോൾ നമുക്കിത് അറ്റൻഡ് ചെയ്യാൻ പറ്റണം. കുഞ്ഞ് കരയുകയാണെങ്കിലും പെട്ടെന്ന് അത് എടുക്കാൻ പറ്റുന്ന രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ ആ സമയത്ത് കിടന്ന് വെപ്രാളം പിടിക്കേണ്ട കാര്യം വരില്ല. അപ്പോൾ ഇത്രയും സാധനം വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇത്രയും സ്പേസ് ഉണ്ട് കേട്ടോ. ഞാനെപ്പോഴും ഒരു കവർ കരുതും, കാരണം ഡയപ്പർ ചേഞ്ച് ചെയ്ത് കളയാൻ പറ്റിയില്ലെങ്കിൽ. പിന്നെ വാട്ടർ ബോട്ടിൽ. ഇതാണ് എൻ്റെ പാക്കിംഗ് വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ന്യൂ മോംസിന് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.